ഏതാനും ആഴ്ചകൾക്കകം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. തൊട്ടരികിലെത്തിയിരിക്കുന്നു. ശക്തമായ പ്രചരണ ആയുധങ്ങളുമായി ഭരണപ്രതിപക്ഷങ്ങൾ രംഗത്തിറങ്ങുന്നൊരു കാഴ്ചയാണ് നമുക്ക് പല സംസ്ഥാനങ്ങളിലും കാണുവാൻ സാധിക്കുന്നത്. അപ്പോഴാണ് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ആന്ധ്രാപ്രദേശിൽ നടന്നിരിക്കുന്ന ഒരു പ്രചരണ പരിപാടി ഏറ്റവും അധികം ശ്രദ്ധ നേടുന്നതും വിമർശനം നേടുന്നതും ഒരുപോലെ തന്നെ. ഏത് തരത്തിലുള്ള പ്രചരണ രീതിയും അവലംബിക്കാൻ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത്. അതിനുള്ള തിരക്കുകൂട്ടലുകൾ തന്നെയാണ് പലയിടത്തും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോഴാണ് രാഷ്ട്രീയത്തിൽ ഗർഭനിരോധന ഉറയ്ക്ക് പോലും വലിയ പ്രാധാന്യമുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടികൾ അതിനെയും ആയുധമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവമെന്ന് പറഞ്ഞാൽ, ആന്ധ്രയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവർ അവലംബിച്ചിരിക്കുന്നത്. കോണ്ടവും ഒരു പ്രചാരണ ഉപകരണമാക്കി അവർ മാറ്റിയിരിക്കുകയാണ്. ഗർഭനിരോധന ഉറകൾ വിതരണം ചെയ്താണ് വോട്ടർമാരെ ആകർഷിക്കാൻ പാർട്ടികൾ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി സൗജന്യമായി നിരോധന ഉറകൾ പൊതുജനങ്ങൾക്ക് അവർ വിതരണം ചെയ്യുകയാണ്. അതിൻ്റെ കവറിൽ ലേബൽ ചെയ്തിരിക്കുന്നത് രണ്ട് പ്രധാന പാർട്ടികളും അവരുടെ ചിഹ്നങ്ങൾ തന്നെയാണ് അച്ചടിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള പാക്കറ്റുകൾ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി തന്നെ ഇതിൻ്റെ ചിത്രവും വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ തന്നെ പ്രചരിക്കുകയാണ്. സംസ്ഥാനത്തെ ഭരണകക്ഷിയായിട്ടുള്ള YSR കോൺഗ്രസ് പാർട്ടിയുടെ പ്രമുഖ പ്രതിപക്ഷമായ തെലുങ്കുദേശം പാർട്ടിയുടെയും ചിഹ്നങ്ങളാണ് ഈ ഗർഭനിരോധന ഉറകളുടെ പാക്കറ്റിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇത് അണികൾ തന്നെ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു വീഡിയോ ഇപ്പോൾ വൈറലായി തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് എന്താണ് കാര്യമെന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്. അതേക്കുറിച്ച് ചോദിച്ചറിയുമ്പോൾ എന്തുകൊണ്ട് ഈ പാക്കറ്റുകളിൽ പാർട്ടി പേര് പതിപ്പിച്ചിരിക്കുന്നുവെന്ന് ചോദിച്ചപ്പോൾ കൂടുതൽ കുട്ടികളുണ്ടായാൽ കൂടുതൽ പണം അവർക്ക് ചിലവാക്കേണ്ടി വരും, അതുകൊണ്ടാണ് ഗർഭനിരോധന ഉറകൾ അവർ തിരഞ്ഞെടുപ്പ് സമയത്ത് വിതരണം ചെയ്യുന്നതെന്നാണ് ഇതിന് മറുപടിയായി ഒരാൾ പറയുന്നത്. ഇയാൾ പാർട്ടി അംഗമാണോ അല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത ഒന്നും തന്നെ ഇല്ല. ഇതേക്കുറിച്ചുള്ള നിരവധി കമൻറ്റുകൾ ഇപ്പോൾ നിറഞ്ഞു കേൾക്കാൻ കഴിയുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കെ വീട് വീടാന്തരം കയറിയാണ് പ്രചരണം പാർട്ടി നടത്തി പോരുന്നത്. പാർട്ടി നേതാക്കൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വിതരണം ചെയ്ത കിറ്റിൻ്റെ ഭാഗമായി തന്നെയാണ് കോണ്ടം പാക്കറ്റുകളും വിതരണം ചെയ്തിരിക്കുന്നത്. ഇരു പാർട്ടികളും ഗർഭനിരോധന ഉറകൾ വിതരണം ചെയ്യുന്നെങ്കിൽ പോലും പക്ഷേ രണ്ടു കൂട്ടരും തമ്മിൽ തല്ലുന്ന ഒരു കാഴ്ചയും കാണുവാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ പേരിലാണ് രണ്ട് പക്ഷവും പരസ്പരം കുറ്റപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത്. YSRCP Xലെ പോസ്റ്റിൽ TDP അധപ്പതിച്ചു എന്നാണ് കുറിച്ചിരിക്കുന്നത്. TDP പാർട്ടി പ്രചരണത്തിന് വേണ്ടി ആളുകൾക്ക് കോണ്ടം വിതരണം ചെയ്യുന്നു. ഇത് ഏത് തരത്തിലുള്ള പരസ്യ ഭ്രാന്താണെന്നും അവർ ചോദിച്ചിരിക്കുന്നു. അവർ ഇന്നിത് ചെയ്തെങ്കിൽ അടുത്തത് വയാഗ്ര ആയിരിക്കുമോ നൽകുക എന്നുള്ള ചോദ്യം കൂടി ഇതോടൊപ്പം തന്നെ ആവർത്തിക്കുകയാണ്. അതിരൂക്ഷമായ ആക്രമണം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. പക്ഷേ രണ്ട് പാർട്ടികളും ഈ രീതിയിലുള്ള പ്രചരണം തന്നെയാണ് നടത്തിപ്പോരുന്നത്. കുറഞ്ഞത് അവിടെയെങ്കിലും നിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി കൂടിയായ ജഗൻമോഹൻ റെഡ്ഡിയും പ്രതികരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രചാരണം പാർട്ടിയുടെ നാശത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിനുള്ള ഉദാഹരണം തന്നെയാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിനെ മറുപടിയായി TDP YSRCP ലോഗോയുള്ള സമാനമായ ഒരു പാക്കറ്റ് വിതരണം ചെയ്യുന്ന വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ടിയുടെ പ്രചാരണ നയമാണോ? ഈ പ്രചാരണത്തെക്കുറിച്ച് ജഗൻമോഹൻ റെഡ്ഡിക്ക് ഒന്നും പറയാനില്ലേ എന്നുള്ള ചോദ്യവും മറുഭാഗം ഉയർത്തിയിട്ടുണ്ട്. രണ്ട് ഭാഗവും ശക്തമായ പ്രതിരോധമാണ് തീർക്കുന്നത്. എന്നാലും ഈ വിതരണത്തിൽ ഒരു കുറവും വരുത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇരു പാർട്ടികളുടെയും പ്രചാരണ രീതികൾ കണ്ട് സോഷ്യൽ മീഡിയ ഏതായിരുന്നാലും അമ്പരന്നിരിക്കുകയാണ്. വലിയ വലിയ ചർച്ചകൾക്ക് തന്നെയാണിത് വഴി തുറന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.